Hello friends, welcome to Food Lab. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ടൂട്ടി ഫ്രൂട്ടി റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ പലരും റസ്ക്കും കേക്കും പല ബേക്കറി പലഹാരങ്ങളും മേടിക്കുമ്പോൾ അതിൽ നിന്ന് ടൂട്ടി ഫ്രൂട്ടി ഇങ്ങനെ സെപ്പറേറ്റ് തന്നെ പെറുക്കിയെടുത്ത് കഴിക്കാറുണ്ട്. അത്ര ഇഷ്ടമാണ് പലർക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു ടൂട്ടി ഫ്രൂട്ടിയുടെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോണതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള പപ്പായയാണ്. ഇതുപോലത്തെ ഒരു പപ്പായ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ നല്ല വൃത്തിയിൽ ചെത്തി ആ വൈറ്റ് പാർട്ട് മാത്രമാക്കി എടുക്കണം. ഉള്ളിലെ കുരുവൊക്കെ നന്നായി കളഞ്ഞെടുക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കൊച്ചു കൊച്ചു ക്യൂബ്സ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. അപ്പം നമ്മൾ കണ്ടിട്ടില്ലേ മിക്ക ബേക്കറി പലഹാരങ്ങളിലും കേക്കിലൊക്കെ എങ്ങനെ ഇരിക്കുക ടൂട്ടി ഫ്രൂട്ടി ക്യൂബ്സ് ഷേപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കെടുക്കാം. അപ്പം ഞാൻ ഈ ഫുൾ പപ്പായയും ഇതുപോലെ കട്ട് ചെയ്തൊരു ബൗളിലേക്ക് മാറ്റാണ്. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് അത്യാവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഈ പപ്പായ മുഴുവനും അതിൽ ചേർത്ത് വേവിക്കാൻ പോവാണ്. ഒരു 5 മിനിറ്റാണ് കേട്ടോ വേവിച്ചെടുക്കണുള്ളൂ. ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ പപ്പായ വേവുമ്പോഴേക്കും നമുക്കറിയാം ഒരു ഹാഫ് കുക്കഡൊക്കെ ആയി കിട്ടും. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കുകയാണ്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റി വയ്ക്കാം. അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് ഒന്ന് നന്നായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് വാർന്ന് വരുന്ന ടൈമിൽ നമുക്ക് പഞ്ചസാരപ്പാനി തയ്യാറാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കണേ. ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരണം. ഇതിലേക്ക് നമുക്ക് ഓൾറെഡി മാറ്റി വെച്ച പപ്പായ എല്ലാം ചേർത്ത് വീണ്ടും മിക്സാക്കി കൊടുക്കാം. അതിങ്ങനെ നന്നായി തിളച്ച് വരണം. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ പഞ്ചസാരപ്പാനിയിൽ ഇങ്ങനെ കിടന്ന് ഇതുപോലൊരു സ്റ്റിക്കി ഫോമിൽ നമുക്ക് കിട്ടും. കണ്ടോ, ഞാൻ തൊട്ട് നോക്കി നല്ല പശപ്പ് അങ്ങനെ കിട്ടും. നല്ല രസമാണ്. അതുപോലെയായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് ചേർത്ത് അതുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നമുക്ക് വാനില എസൻസ് ആയി, പഞ്ചസാരപ്പാനിയായി, ഇതെല്ലാം ചേർന്ന് ഇപ്പം തന്നെ വെറുതെ പപ്പായ കഴിച്ചു നോക്കിയാൽ നല്ലൊരു മധുരവും ആ വാനിലയുടെ ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പം ഞാനിനി ഇതൊരു ബൗളിലേക്ക് പകർത്തി വയ്ക്കുകയാണ്. അപ്പോൾ കളർ ചേർക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ കളർ ഉണ്ടോ അതൊക്കെ ചേർത്ത് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 കളറാണുള്ളത്. അതുകൊണ്ട് ഞാൻ 3 ബൗളിലേക്ക് ഇത് പകർത്തി വയ്ക്കുകയാണ് കേട്ടോ. ഞാനിനി ഫുഡ് കളേഴ്സ് ഓരോന്നായിട്ട് ചേർക്കുകയാണ്. റെഡ് ഫുഡ് കളർ ഞാൻ ഒരെണ്ണത്തിൽ ചേർത്ത് ഇളക്കിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓരോന്നിനും ഓരോ സ്പൂൺ ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആയി പോകും. ഇപ്പോൾ ഗ്രീൻ ഉണ്ട് എൻ്റെ കയ്യിൽ. യെല്ലോ ഫുഡ് കളറും കൂടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഞാനൊരു വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. വെള്ളത്തിലേക്ക് ഇറക്കി വെക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് വരരുത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറക്കി വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറുമ്പില്ലാതെ വെക്കാൻ പറ്റുക അതുപോലെ ചെയ്തോളൂ. കാരണം പഞ്ചസാരയൊക്കെ നല്ലോണം ചേർത്തിട്ടുള്ളതല്ലേ. ഇതൊരു 12 മണിക്കൂർ നമ്മൾ വെക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ 12 മണിക്കൂർ വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ഫുഡ് കളറും അതുപോലെ പഞ്ചസാരയും എല്ലാം കറക്റ്റായിട്ട് പിടിച്ച് നമ്മൾ ആഗ്രഹിച്ച പോലൊരു ടൂട്ടി ഫ്രൂട്ടി പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ. രാത്രിയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലത്തേക്കൊക്കെ നമുക്ക് എടുക്കാവുന്ന പാകത്തിലായി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിതെല്ലാം ഇങ്ങനെ 12 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാണ്. കണ്ടോ, ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം 12 മണിക്കൂറിന് ശേഷം 3 വ്യത്യസ്ത സ്പൂണുകൾ തന്നെ ഉപയോഗിച്ച് മാറ്റി വെക്കുകയാണ്. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കണതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോഴല്ലേ എല്ലാം വലിഞ്ഞ് കിട്ടുള്ളൂ.
ഇപ്പോൾ കൂടുതൽ കളറൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ടാവും. ഇനി അതുപോലെ തന്നെ വേറൊരു ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്കിതൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം. അതും വേറെ ടിഷ്യൂ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഇപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് 3 കളറിൽ നല്ല ഡ്രൈ ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ച ഒരു ടൂട്ടി ഫ്രൂട്ടി കോമ്പിനേഷൻ കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു വർണ്ണവിസ്മയം തന്നെയല്ലേ, കാണാൻ നല്ല രസമാണ്. അപ്പം നിങ്ങളിങ്ങനെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കി എന്ത് ഭംഗിയാണ് കാണാമെന്ന്. കാണുമ്പോൾ തന്നെ നല്ല രസമാണ് ടൂട്ടി ഫ്രൂട്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണത്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ, കേക്ക് ഉണ്ടാക്കുമ്പോൾ, ടീ കേക്കൊക്കെ ഉണ്ടാക്കില്ലേ മെയിനായിട്ട്, അപ്പോൾ അതിൽ അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിലൊക്കെ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിലങ്ങനെ പ്രത്യേകിച്ച് വിഷാംശം അങ്ങനെ ഒന്നും വരേണ്ട കാര്യമില്ല. നമ്മുടെ സ്വന്തം പപ്പായ തന്നെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടേക്ക് കെയർ.